നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് പറയാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഷയമാണ്. മഹാകുംഭമേളയെ പറ്റിയാണ്. കുംഭമേളയുടെ കഥകൾ അറിയാമല്ലോ. ദേവാസുരന്മാർ തമ്മിലുള്ള പരാഴിമതനത്തിൽ നിന്നും അമൃത് പൊങ്ങി വന്നപ്പം അമൃത് എടുത്തുകൊണ്ട് പോയ സമയത്ത് പതിച്ച സ്ഥലങ്ങളാണ് ഈ 4 സ്ഥലങ്ങൾ. അതിനെപ്പറ്റിയുള്ള കഥകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലെങ്കിലും നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യാം. ഒരുപാട് ആധ്യാത്മിക ആചാര്യന്മാർ കുംഭമേളയെപ്പറ്റി സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുമാത്രമല്ല, വ്ളോഗേഴ്സും എല്ലാം പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് നമ്മൾ ഇന്നെടുക്കുന്ന കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജ്യോതിഷത്തിലെ കുംഭമേളയുടെ രഹസ്യം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. കുംഭമേള പ്രധാനമായിട്ടും 4 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. ഒന്നാമത്തേത് ഹരിദ്വാറിൽ, രണ്ടാമത്തേത് പ്രയാഗ്രാജിൽ, മൂന്നാമത്തേത് ഉജ്ജയിനിയിൽ, നാലാമത്തേത് ഗോദാവരി തീരത്ത് ത്രയംബകേശ്വരൻ്റെ മണ്ണായിരിക്കുന്ന നാസിക്കിൽ. ഇങ്ങനെ 4 ഇടത്താണ് കുംഭമേള വരുന്നത്. ജ്യോതിഷത്തിൽ കുംഭമേളയ്ക്ക് ഒരു പ്രത്യേക നിയമമുണ്ട്. സംക്രമം അഥവാ ട്രാൻസിറ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. സൂര്യസംക്രമം, സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സംക്രമിക്കുമ്പം സൂര്യസംക്രമം എന്ന് പറയുന്നു. അങ്ങനെ 12 സൂര്യസംക്രമങ്ങളുണ്ട്. ഒരു വർഷം നടക്കും. എല്ലാ ഗ്രഹങ്ങളും മുന്നോട്ടിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. രാഹുകേതുകൾ പുറമോട്ടുമാണ് സഞ്ചരിക്കുന്നത്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് ഒരു ഗ്രഹം പോകുന്നതിൻ്റെ പേരാണ് സംക്രമം അഥവാ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം വ്യാഴമാറ്റം, ശനിമാറ്റം, ബുധമാറ്റം, കുജമാറ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെപ്പറ്റിയുള്ള ഭൗതിക വിഷയങ്ങളിലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വീഡിയോസ് നമ്മൾ ഇത് സംബന്ധമായിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ കുംഭമേള നടക്കുന്ന സമയത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളെയാണ് സ്നാനം എന്ന് പറയുന്നത്. അത് ഏതൊക്കെ ദിവസമാണെന്നും ആ സമയത്ത് പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങൾ, ആത്മാവിൻ്റെ കാരകനായിരിക്കുന്ന രവിയും രണ്ടാമത്തത് ഗുരുവിൻ്റെ ഈശ്വരീയതയുടെ തപസ്സിൻ്റെ കാരകനായിരിക്കുന്ന വ്യാഴവും കൂടെ ഒരു പ്രത്യേക അലൈൻമെൻറ്റിൽ വരണം രാശിചക്രത്തിൽ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതങ്ങനെ വരുമ്പോഴാണ് അതാത് സ്ഥലങ്ങളിൽ ആ കുംഭമേള നടക്കുന്നത്. നമുക്ക് ഒന്നാമത്തേത് നോക്കാം. ഹരിദ്വാറിലെ കുംഭമേള. പത്മിനി നായകനായിരിക്കുന്ന രവി മേടം രാശിയിൽ ആടിൻ്റെ അടുത്ത് വരുമ്പോൾ, മേടത്തിലേക്ക് തൻ്റെ ഉച്ചരാശിയിലേക്ക് വരുന്ന സമയത്ത് വ്യാഴം കുംഭത്തിലായിരിക്കും. ഈ സമയത്താണ് ഹരിദ്വാറിലെ ഹർക്കി പൗഡി എന്ന് പറയുന്ന സ്ഥലത്ത് കുംഭമേള നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, ഇപ്പം നമ്മൾ കഴിഞ്ഞ 2021 കുംഭമേള എന്ന് പറയുന്നത് ഹർക്കി പൗഡിയിലാണ് നടന്നത്. ഒരു വലിയ പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കൊറോണയായിരുന്നു. ഒരുപാട് പേര് പോകാൻ മടിച്ചിരുന്നൊരു കാലഘട്ടമാണ്. വളരെ കഷ്ടപ്പെട്ടാണ് പോയത്. പോകുന്ന ഏറ്റവും വലിയ യാത്രയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ ഈ പോകുന്ന സമയത്തുള്ള കുത്താണ്. നമുക്ക് ഈ പോകുന്നതിൻ്റെ തലേദിവസം മൂക്കിലൊരു കുത്തിട്ട് കൊറോണ ടെസ്റ്റ്, ഡൽഹി ചെന്നിറങ്ങിയാൽ അപ്പം തന്നെ ഒരു കൊറോണ ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഹരിദ്വാറിലേക്ക് പോകണമെങ്കിൽ ഒരു കൊറോണ ടെസ്റ്റ്, ഇങ്ങനെ മൂക്കിൽ 5-6 കുത്തും മേടിച്ചുകൊണ്ടാണ് അന്ന് പോയത്. ബാക്കി എന്തും നമുക്ക് വേണേൽ 2 ദിവസം ബുദ്ധിമുട്ടിയാലും, യാത്രയ്ക്കിടെ ബുദ്ധിമുട്ടിയാലും, ഈ കുത്തിൻ്റെ ഒരു ഇത് അനുഭവമുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലും അവിടെ ചെന്ന് പെടാനും, ഞാൻ ഋഷികേശിലാണ് താമസിച്ചത്. ഒരുപാട് സുഹൃത്തുക്കളും ശ്രീഭൈരവിയിലെ കുറച്ച് ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ഋഷികേശിൽ താമസിക്കുകയും ഉത്തരാഖണ്ഡ് രജിസ്ട്രേഷനുള്ള വണ്ടിയാണെങ്കിൽ അന്ന് തടയത്തുമില്ലായിരുന്നു. അപ്പം അവിടുന്ന് സ്കൂട്ടറൊക്കെ എടുത്തിട്ടാണ് ഞാൻ കുംഭമേളയ്ക്ക് പോകുന്നത്. അപ്പോൾ അന്ന് അവിടെ ചെന്ന സമയത്ത് ഈ പ്രധാന സ്നാന ദിവസം, സാഹിൻ സ്നാനം എന്നാണ് പറയുന്നത്. ഈ സ്നാന ദിവസം ആഹാടകൾ ഘോഷയാത്രയായിട്ട് വരും. ആ ഘോഷയാത്രയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. അപ്പം ആ ഘോഷയാത്രയായിട്ട് വരുന്ന സമയത്ത് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളന്ന് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയെ അറിയണമെങ്കിൽ, ഭാരതം എന്താണെന്ന് അറിയണമെങ്കിൽ, ഭാരതത്തിൻ്റെ ആധ്യാത്മിക കോർ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതുപോലുള്ള റിച്വൽസ് നടക്കുന്ന സ്ഥലങ്ങളിൽ, ഇതുപോലുള്ള ഗ്യാതറിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് പോകണം. ഒരു ദിവസം സൂര്യൻ ഉണരുന്നതിന് മുമ്പ് എത്ര ലക്ഷം ക്ഷേത്രങ്ങളിലാണ് ഈശ്വരാരാധനയുമായിട്ടാണ് തുടങ്ങുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എണ്ണീച്ച് ഈശ്വര കാര്യങ്ങൾ ചെയ്യുന്ന എത്രായിരം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഈശ്വര സാധന ചെയ്തിരിക്കുന്ന അത്ര വൈബ്രേഷനുള്ള ഭൂമിയാണിത് ഭാരതം. ഇവിടെ ജനിക്കാൻ കഴിഞ്ഞത് സ്പിരിച്വലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക്. ജീവിതത്തിൽ എന്ത് വിഷമം വന്നാലും ഒന്ന് കണ്ണടച്ചാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈശ്വരനാണ് വരുന്നതെങ്കിൽ, ഏത് പേരുമായിക്കോട്ടെ, ഏത് നാമമായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിൽ ഈശ്വരീയതയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ഈ പുണ്യഭൂമിയിലാണ്. ഇത്രയും വൈബ്രേഷൻ, നമ്മൾ ഇന്ത്യക്ക് പുറത്തും പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും സ്പിരിച്വൽ പവർ
വേറെ എങ്ങുമില്ല. അങ്ങനെയുള്ള ഈ ഭൂമിയിലെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഈ പറയുന്ന കുംഭമേള. അപ്പോൾ അന്ന് എനിക്കവിടെ പോകാൻ കഴിഞ്ഞപ്പോൾ കുറേ കാഴ്ചകൾ കണ്ടു. ആ കാഴ്ചകളും അനുഭവങ്ങളും ഈ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ അതിനോടൊപ്പം ആഡ് ചെയ്യാം. നിങ്ങൾക്കൊരു അനുഭവമായിരിക്കും. പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലിരുന്ന് കണ്ടുകൊണ്ടോ കുറേ വ്ലോഗുകൾ കണ്ടുകൊണ്ടോ കിട്ടുന്നൊരു അത്ഭുതമോ അനുഭവമോ അല്ല അത്. നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ടയേർഡായി അവിടെ എത്തിയിട്ട് നമ്മളവിടെ ചെന്ന് അവിടുത്തെ കാലാവസ്ഥയായിട്ടൊന്നും നമുക്ക് സെറ്റായില്ലെങ്കിൽ പോലും നമ്മളവിടെ പോയി സ്നാനം കഴിഞ്ഞ് പൊങ്ങുമ്പോഴത്തേക്കും നമുക്കൊരു വല്ലാത്ത മാറ്റം, വല്ലാത്തൊരു ചേഞ്ച് നമുക്കുണ്ടാകും. അത് പോയിട്ടുള്ളവരുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, ഒരു മാറ്റം ഉണ്ടായിരിക്കും, ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും. നമ്മളൊന്ന് ക്ലെൻസ് ആവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുംഭമേളയ്ക്ക് പോകാനൊരു അവസരം കിട്ടിയാൽ, ഒരു ചാൻസ് കിട്ടിയാൽ ഉറപ്പായിട്ടും പോകണം. അവിടെ പോയിട്ട് വൃത്തി നോക്കുക, അവിടെ പോയിട്ട് എല്ലാവരും കുളിക്കുന്നിടത്ത് ഇറങ്ങിയാൽ എനിക്ക് ബാക്ടീരിയൽ എന്തെങ്കിലും ഡിസീസ് ഉണ്ടാവും, ഇങ്ങനെയൊന്നും ചിന്തിച്ച് പോകുന്നവരാണെങ്കിൽ പോകണ്ട. ഇത്രയും കാലഘട്ടത്തിന് ആ കൊറോണ തിങ്ങി നിൽക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ പോയത്. കോടിക്കണക്കിന് ആൾക്കാർ വന്നതിനിടയ്ക്ക് പോയിട്ടാണ് മുങ്ങിയിട്ട് തിരിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ഈ വരുന്ന ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് എനിക്ക് കൊറോണയൊന്നും വന്നില്ല. പക്ഷെ അതിന് കുറച്ച് കാലത്തിന് ശേഷം നാട്ടിൽ വന്ന് കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ അമ്മയുടെ അമ്മാവൻ മരിച്ച സമയത്ത് അവിടെ പോയി. കൊറോണ സമയം ആയതുകൊണ്ട് ചടങ്ങുകൾക്കൊക്കെ വളരെ കുറച്ച് പേരെ വരത്തുള്ളൂ. ഈ കുറച്ച് പേരുടെ ഇടയിൽ നിന്നുമാണ് ഞങ്ങളൊക്കെ കൊറോണ ഇൻഫെക്റ്റഡ് ആയത്. അപ്പം ഈശ്വരാനുഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അപ്പം ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ, ഇത്രയും ഹ്യൂമൻ തോട്ട്സ് ഒരേപോലെ ഊർദ്ധഗതിയായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ മുക്തിയെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അതുമായിട്ട് ആ എനർജിയായിട്ട് ചേർന്ന് അവിടുത്തെ ഭൗതിക വിഷയങ്ങളൊന്നും കാണാതെ ആധ്യാത്മിക വൈബ് മാത്രം എക്സ്പീരിയൻസ് ചെയ്ത് പോയി മുങ്ങിയിട്ട് തിരിച്ചു പോയൊരു മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും, ഗ്യാരണ്ടി അത്. അപ്പം ഹരിദ്വാറിലെ കുംഭമേള നടക്കുമ്പം മേടത്തിൽ രവിയും കുംഭത്തിൽ വ്യാഴവും ആയിരിക്കും. പ്രധാനപ്പെട്ട സയൻസിനായി നടക്കുന്ന പ്രധാനപ്പെട്ട 3 ദിവസങ്ങളും കൂടെ ഞാൻ പറയാം. ഒന്ന് ശിവരാത്രിക്ക് നടക്കുന്ന സ്നാനം, രണ്ടാമത്തേത് ചൈത്രമാസ അമാവാസിക്ക് നടക്കുന്ന സ്നാനം, മൂന്നാമത്തേത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വിഷു, അതായത് മീനത്തിൽ നിന്ന് മേടത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമം. ഈ 3 ദിവസത്തെ 3 സ്നാനങ്ങളാണ് പ്രധാനം. ഇത് അഹാടികളാണ് ആദ്യം ഇറങ്ങുന്നത്, അതിന് ശേഷമേ നമുക്ക് ഇറങ്ങാൻ പറ്റൂ. ഞാൻ വിഷുവിനാണ് ആ സ്നാനം ചെയ്തത്. ആ വീഡിയോയും കൂടെ നമുക്ക് ഇതിന് ശേഷം കാണുകയും ചെയ്യാം. ഒരു അനുഭവമായിരിക്കും അത്. ഇനി അടുത്തത് ഇപ്പം നടക്കുന്ന പ്രയാഗ്രാജിലെ കുംഭമേള. പ്രയാഗ്രാജിൽ ഏകദേശം യുനെസ്കോയുടെ ലിസ്റ്റിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ഗ്യാതറിംഗ് ആണ് ഈ വർഷം നടക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇത്രയും വലിയ ആധ്യാത്മികമായിട്ടുള്ള ഹ്യൂമൻ ഗ്യാതറിംഗ്, ഇത്രയും പേരെ ഒരുമിച്ച് 45 കോടിക്ക് മുകളിൽ ആൾക്കാർ ഒരുമിച്ച് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് യുനെസ്കോയുടെ ഈ വർഷത്തെ സാധ്യത പറയുന്നത്. ഇവിടെ വരുന്ന സമയത്ത് വൃഷഭേ ഗുരു മൃഗേ സൂര്യ, അതായത് വൃഷഭത്തിൽ ടൗറസിൽ കാളയുടെ രാശിയിൽ വ്യാഴം വരണം. ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ്. ഇന്ന് ഗ്രഹനില എടുത്തൊന്ന് നോക്കൂ. ഇപ്പോഴത്തെ സമയം വെച്ച് നിങ്ങൾ ആ ഗ്രഹനില എടുത്തൊന്ന് നോക്കൂ. ഇന്നത്തെ 2025 ജനുവരിയിൽ വ്യാഴം എവിടെയാണെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വൃഷഭത്തിലായിരിക്കും. അപ്പം മിനിഞ്ഞാന്ന് മകരസംക്രാന്തി, അപ്പം മകരത്തിലേക്ക് രവി കയറിയപ്പോഴാണ് പ്രധാന സ്നാനം അവിടെ തുടങ്ങിയത്. നമ്മുടെ നാട്ടിലെ മകരവിളക്ക്. അപ്പോൾ ആലോചിച്ചോണം, വ്യാഴം ഇടവത്തിൽ നിൽക്കുന്ന സമയത്തുള്ള മകരസംക്രാന്തിക്ക് മകരവിളക്ക് നടക്കുമ്പം പ്രയാഗ്രാജ് കുംഭമേളയായിരിക്കും എന്നുള്ളത് 12 വർഷത്തിലൊരിക്കലാണ് അങ്ങനെ വരുന്നത്. അപ്പം അതും അതേപോലെ തന്നെ വ്യാഴം കുംഭത്തിൽ നിൽക്കുന്ന സമയത്ത് രവി മേടത്തിലേക്ക് വരുന്ന സമയത്തുള്ള വിഷുവും ഹരിദ്വാറിലെ കുംഭമേളയാണെന്നുള്ളതും കൂടെ ഓർത്തു. എന്തായാലും ഒരു പ്രത്യേകതയുള്ള ദിവസവും കൂടിയാണ് അത്. ഇനി അടുത്തത് മൂന്നാമത്തത് ഉജ്ജയിനിയിലെ കുംഭമേളയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. പ്രയാഗ്രാജിലെ സ്നാന ദിവസം പ്രധാനം 3 എണ്ണമാണ്. ഒന്ന് ഈ മകര സംക്രമത്തിൻ്റെ സ്നാനം, മകരവിളക്കിൻ്റെ അന്ന് നടക്കുന്ന മകരം 1-ാം തീയതി നടക്കുന്ന മകരസംക്രാന്തി സ്നാനം ഒന്ന്. രണ്ടാമത്തേത് മൗനി അമാവാസിയിൽ നടക്കുന്ന സ്നാനം. മൂന്നാമത്തേത് വസന്തപഞ്ചമിയിൽ നടക്കുന്ന സ്നാനം. ഈ 3 എണ്ണമാണ് പ്രധാനം. ഇനി നമുക്ക് ഉജ്ജയിനിയിലെ കുംഭമേളയെക്കുറിച്ച് നോക്കാം. അതിൻ്റെ അസ്ട്രോളജിക്കൽ സിഗ്നിഫിക്കൻസ്, എവിടെയൊക്കെയായിരിക്കും ഈ പ്ലാനറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വ്യാഴവും രവിയുമാണ് പ്രധാനം. മുക്തിപ്രദായകമായിട്ടുള്ള ഉജ്ജയിനിയിലെ കുംഭമേളയിൽ വ്യാഴം സിംഹരാശിയിലും, സിംഹം എന്ന് പറഞ്ഞാൽ ചിങ്ങം, വ്യാഴം ചിങ്ങത്തിലും സൂര്യൻ മേടരാശിയിലും വരുന്ന സമയത്താണ് ഉജ്ജയിനിയിലെ കുംഭമേള നടക്കുന്നത്.
ഉജ്ജയിനിലെ കുംഭമേള പൊതുവെ മുക്തിദായകമാണെന്നാണ് പറയുന്നത്. മറ്റു കുംഭമേളകളെ പോലെ തന്നെയാണെങ്കിലും ഉജ്ജയിനിൽ നടക്കുന്ന കുംഭമേള കുറച്ചുകൂടെ മോക്ഷത്തെ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന, മോക്ഷപാതയെ കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് പോകണം എന്നാണ് പറയുന്നത്. പൊതുവെ എല്ലാ കുംഭമേളകളും പ്രധാന തന്നെയാണ്. അടുത്തത് നാസിക്കിലെ കുംഭമേള. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാസിക്ക് ത്രയംബകേശ്വരൻ്റെ മണ്ണാണ്. ചിങ്ങവ്യാഴവും ചിങ്ങസൂര്യനും കൂടി ഒരുമിച്ച് വരണം. അപ്പോഴാണ് നാസിക്കിലെ കുംഭമേള നടക്കുന്നത്. ഗോദാവരി തീരത്താണ്. അവിടെയും പ്രധാനപ്പെട്ട 3 സ്നാനങ്ങളാണ് ഉള്ളത്. കൃഷ്ണപക്ഷ അമാവാസി സ്നാനമാണ് ഏറ്റവും പ്രധാനം. ആ സമയത്ത് വ്യാഴവും ചന്ദ്രനും രവിയും ഇത് 3 കൂടി ചിങ്ങരാശിയിൽ വരും. ഇത് 3 കൂടി ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് കൃഷ്ണപക്ഷ അമാവാസി സ്നാനം നടക്കുന്നത്. ആ സമയത്തെ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്പിരിച്വൽ വൈബ്, ആ സ്പിരിച്വലായിട്ടുള്ള ആ ഒരു ഇത് നമ്മളെ ആധ്യാത്മികതയിലും അതുപോലെ കർമ്മക്ഷയത്തിനും കാരണമാകും എന്ന് ഋഷിമാർ പറയുന്നു. അത് അനുഭവമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ സുഹൃതം അനുസരിച്ച്, നമ്മുടെ വിശ്വാസം അനുസരിച്ച്, നമ്മുടെ സമർപ്പണം അനുസരിച്ച് അതിനുള്ള ഫലം വരികയും ചെയ്യും. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. ഹരിദ്വാറിൽ ആരാണ്? ഘടത്തിലുള്ള ഗുരുവും മേടത്തിലുള്ള രവിയും. ഇങ്ങനെ വരുമ്പോഴാണ് ഹരിദ്വാറിലെ കുംഭമേള വരുന്നത്. അതായത് മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് കയറുന്നത്. മീനം മേടത്തിലേക്ക് രവി വരുമ്പോൾ കേട്ടോ. അതുപോലെ തന്നെ പ്രയാഗിൽ വൃഷഭ ഗുരുവാണ്. വൃഷഭത്തിൽ നിൽക്കുന്ന, വൃഷഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവത്തിൽ നിൽക്കുന്ന ഗുരുവും അതുപോലെ തന്നെ ധനുവിൽ നിന്നും മകരത്തിലേക്ക് കയറുന്ന രവിയുടെ കാലത്താണ് കുംഭമേളയുടെ തുടക്കവും പ്രധാന ദിവസങ്ങളും. അതുപോലെ തന്നെ ഉജ്ജയിനിയിലെയാണെന്നുണ്ടെങ്കിൽ ചിങ്ങവ്യാഴവും മേടസൂര്യനുമാണ്. ചിങ്ങത്തിൽ വ്യാഴവും അതുപോലെ തന്നെ മേടത്തിൽ സൂര്യനും വരുന്നതാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് നാസിക്കിലാണ്. നാസിക്കിൽ എന്ന് പറയുന്നത് ചിങ്ങവ്യാഴവും ചിങ്ങസൂര്യനും അതുപോലെ തന്നെ ചന്ദ്രൻ സൂര്യനോടൊപ്പം ചേർന്ന് അമാവാസിയും വരുന്ന ദിവസം കൃഷ്ണപക്ഷ അമാവാസി സ്നാനവും കൂടിയാണ് അതിനകത്തെ മുഖ്യം കേട്ടോ. അപ്പം ഇത്രയാണ് പറയാനുള്ളത്. ഇപ്പം കുംഭമേളയുടെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, ഭാരതഭൂമിയിൽ ഇത്രയും ആൾക്കാർ പുറത്തിറങ്ങുന്ന ഒരു വലിയ അത്ഭുതം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ എങ്ങനെ പുറത്തേക്ക് വരുന്നു? ഈ ആൾക്കാരൊക്കെ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ പല സമ്പ്രദായത്തിൽ ജീവിക്കുന്ന, പല രീതിയിൽ ജീവിക്കുന്ന, പല തരത്തിലുള്ള സിദ്ധികളുള്ള യോഗിമാർ, ഋഷിമാർ, അഖാഡകൾ, അതുപോലെ തന്നെ തന്ത്രത്തിൻ്റെ വിവിധ സമ്പ്രദായത്തിൽപ്പെട്ട അറിഞ്ഞും അറിയാതെയും കിടക്കുന്ന പല സമ്പ്രദായികൾ, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ഗൃഹസ്ഥരിടയിൽ ഇന്ന് പരിചയം ആയിട്ടുള്ള സന്യാസ സമ്പ്രദായങ്ങളും ആധ്യാത്മിക സമ്പ്രദായം അടക്കം എല്ലാ ആൾക്കാരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക അന്വേഷകരും, വേദാന്തിയായിക്കോട്ടെ, ജ്ഞാനമാർഗിയായിക്കോട്ടെ, താന്ത്രികനായിക്കോട്ടെ, സന്യാസിയായിക്കോട്ടെ, ദശനാമിയിൽ പെടുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ദശനാമി അഹാടകളായിക്കോട്ടെ, ഏതിൽ പെടുന്നവരായിക്കോട്ടെ, എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം, ഒരുമിച്ച് കൂടുന്ന ഒരു ഫെസ്റ്റിവൽ, ആ ഒരു ഗ്യാതറിങ്ങിൻ്റെ ഒരു പവർ, അതിൻ്റെ ഒരു അനുഭവം, അത് വലിയൊരു കാര്യമാണ്. ഇതിനകത്ത് ഒരു കാര്യവും കൂടെ പറയണം. ഈ 144 വർഷത്തെ കുംഭമേള എന്ന് പറയുന്നത് എന്താണ്? അപ്പം 12 പൂർണ്ണ കുംഭമേളകൾ ചേരുന്നതാണ് ഒരു മഹാകുംഭമേള. അതെന്താണ് 12 പൂർണ്ണ കുംഭമേള എന്ന് ചോദിച്ചാൽ, ഒരു പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത് ഇപ്പോൾ ഹരിദ്വാറിലെ ഒരു പൂർണ്ണ കുംഭമേള ഇനി വരാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് കുംഭൻ രാശിയിൽ നിൽക്കുന്ന, കുംഭമാസത്തിലല്ല, കുംഭൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം പോയി കറങ്ങി തിരിച്ച് കുംഭത്തിലേക്ക് വരാൻ 12 വർഷം എടുക്കും ഒരു കുംഭമേള, ഒരു പൂർണ്ണ കുംഭമേള. അത് വീണ്ടും 12 പ്രാവശ്യം പോയിട്ട് വരും. അങ്ങനെ 12 പൂർണ്ണ കുംഭമേളകൾ നടക്കുമ്പോൾ 144 വർഷം. അങ്ങനെ വ്യാഴം 12 വർഷം എടുക്കും ഒരു ചുറ്റ് വരാൻ. അങ്ങനെ 12 ചുറ്റ് കറങ്ങി വരുമ്പം, രാശിചക്രത്തെ കറങ്ങി തിരിച്ച് വരുമ്പോൾ 144 വർഷം. അങ്ങനെ 12ാമത്തെ പ്രാവശ്യം നടക്കുന്ന കുംഭമേളയെ മഹാകുംഭമേള എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് കുംഭമേളയിലെ ചില അനുഭവങ്ങളും കാഴ്ചകളും അവിടുത്തെ രീതികളും അവിടുത്തെ ഒരു ഇതൊക്കെ നമുക്ക് കാണാം. അപ്പം എല്ലാവർക്കും കുംഭമേളയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോ മൊത്തവും കണ്ടിട്ട് പോകാവൂ.
നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിദ്വാറിൽ കുംഭമേള നടക്കുന്ന ബ്രഹ്മകുണ്ടിൻ്റെ അടുത്താണ്. ഇന്ന് മഹാകുംഭമേളയുടെ പ്രധാനപ്പെട്ട ദിവസം ആരംഭിക്കുകയാണ്. ഇന്ന് 2-3 ദിവസവും കൂടെ. അപ്പം ഗംഗാദേവി വളരെ ശക്തമായിട്ട് കുത്തി ഒഴുകുന്നത് കാണാം. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കുംഭമേളയ്ക്ക് അപ്പുറത്തെ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. കോവിഡിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അറിയാത്ത രീതിയിലാണ് നടക്കുന്നത്. യുനെസ്കോയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക ഒത്തുചേരലായിട്ടാണ് പറയുന്നത്. യുനെസ്കോയുടെ ലിസ്റ്റിൽ ടോപ്പ് 10 ആയിട്ടുള്ള സ്പിരിച്വൽ ഗ്യാതറിങ്, ഒരുമിച്ച് കൂടലിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആണ്. 200 മില്യൺ ആൾക്കാരൊക്കെ വന്നു പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്രയും ഹ്യൂമൻ ബീയിങ്സ് സ്പിരിച്വലി അതിലൊരു നല്ലൊരു ശതമാനം ആൾക്കാരും സാധകരായിട്ടുള്ളവരിന്നും ഈ ഭാരതഭൂമിയിലുണ്ട് എന്ന് പറയുമ്പം ഇമാജിനേഷന് മുകളിലാണ് ഇവിടെ നടക്കുന്ന ഓരോ രഹസ്യങ്ങളും. ഈ വരുന്ന സന്യാസി പരമ്പരയിൽപ്പെട്ട പലരും ഇങ്ങനെയുള്ള സമയത്ത് മാത്രം പുറത്തിറങ്ങുന്നവരാണ്. നമ്മളുടെ ഈ കാഴ്ചകളൊക്കെ തന്നെ വളരെ അത്ഭുതാവഹമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.
കുംഭമേളയിൽ പ്രധാന ദിവസം അഹാടികൾക്ക് വേണ്ടിയുള്ളതാണ്. അഹാടികൾ കുളിക്കുന്ന സമയത്ത് അവർക്ക് ശേഷമേ നമുക്ക് ഇറങ്ങാൻ കഴിയൂ. ഷാഹിൻ സ്നാൻ എന്നാണ് പറയുന്നത്. ഷാഹിൻ സ്നാനിന് വേണ്ടിയിട്ട് അഹാടികൾ വെയിറ്റ് ചെയ്യുകയാണ് അവരുടെ പ്രാർത്ഥനയുമായി. വ്യത്യസ്തങ്ങളായിട്ടുള്ള അഹാടി പരമ്പരകളുണ്ട്. ദശനാമി ശൈവ അഹാടികളും ദശനാമി വൈഷ്ണവ അഹാടികളും അതുപോലെ തന്നെ വളരെ രഹസ്യമായി ദശനാമി ശാക്തേയ അഹാടികളുമാണ്. പ്രധാന അവകാശികൾ ദശനാമി ശൈവ അഹാടികളും ദശനാമി വൈഷ്ണവ അഹാടികളുമാണ്. മത, രാഷ്ട്രീയ, സംസ്ഥാന, ഗോത്ര, നിറ ഭേദമില്ലാതെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രഭേദമില്ലാതെ ഞാനും നീയും സർവ്വതും ഒന്നാണ് എന്നുള്ള അവസ്ഥയിലേക്കെത്തുന്ന ആനന്ദ സമുദ്രത്തിലെ മുങ്ങി നിവർപ്പാണ് ഈ കാണുന്നത്.